ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വിഷമമുള്ള ഒരു കാര്യം പറയാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ഇവിടെയുള്ള ഒത്തിരി അധികം ഡോഗികളുണ്ട്. അവർക്കൊന്നും തീരെ സുഖമില്ലാത്ത അവസ്ഥയാണ്. ഒരിടത്തല്ല, പലയിടങ്ങളിലായിട്ട് 3-4 ഡോഗീസിനെ കണ്ടു. ആദ്യം തെറ്റിദ്ധരിച്ചതെന്ന് പറഞ്ഞാൽ വിഷം കഴിച്ചതായിരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഡോഗി ഇപ്പോൾ ഇവിടെ ചാകാറായി കിടപ്പുണ്ട്. ഞാൻ പോയി അതിനെ റോഡിൻ്റെ സൈഡിലോട്ട് ഒരു കയറ് പ്ലാസ്റ്റിക് അവിടെ കിടന്ന് അതിനെ എടുത്ത് അതിൻ്റെ വയറിൻ്റെയും കഴുത്തിൻ്റെയും ഭാഗത്തൂടെ ഇട്ട് വലിച്ച് സൈഡിനോട്ട് കിടത്തി. ആദ്യം ഞാൻ കണ്ടപ്പോൾ റോഡിൽ ഇരുന്ന് കരയാണ്, തീരെ വയ്യാത്ത. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് പാലും എടുത്ത് ബിസ്ക്കറ്റും എടുത്തുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അങ്ങ് ചരിഞ്ഞങ്ങ് ചാകാറായി കിടക്കും പോലെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കയറ് കെട്ടി വലിച്ച്, ആദ്യം ഞാൻ വിചാരിച്ചു ഒരു തുണി എടുത്ത് പിടിച്ച് കഴുത്തിന് തൂക്കിയെടുക്കാമെന്ന്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതിങ്ങനെ സൈഡ് തിരിഞ്ഞ് തല വെട്ടിക്കുന്നുണ്ട്. എനിക്ക് പേടിയെ പല്ല എന്തെങ്കിലും കൊള്ളുമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ഞാൻ വന്ന് ഒരു കയറെടുത്തിട്ട് പ്ലാസ്റ്റിക് കയറിട്ട് വലിച്ച് സൈഡിനോട്ട് കൊണ്ട് കയറ്റി കിടത്തിയിട്ട് പതുക്കെ പാല് വായിലൊഴിച്ച് കൊടുത്തപ്പം പാല് കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പം വെള്ളം കൊണ്ടുപോയി. വെള്ളം കൊണ്ടുപോയപ്പോഴത്തേക്ക് കരയുന്നുണ്ട്. വെള്ളം ഇങ്ങനെ പതിയെ പൊക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം കരയുന്നുണ്ട്, ചെറുതായിട്ട് നുണഞ്ഞിറക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ അതിൻ്റെ 1-2 ക്ലിപ്പ് എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കരയുന്നതൊന്നും ഞാൻ എടുത്തൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഒന്നും എടുക്കാനൊന്നും നിന്നൊന്നുമില്ല. ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ഒരിതുണ്ട്, വയറെല്ലാം ഇങ്ങനെ ഉയർന്ന് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ തന്നെ കിടക്കുന്നത്. അപ്പോഴും ഞാനിങ്ങനെ അതിന് വെള്ളം കൊടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഒരു മേഡം വന്നേ. അപ്പോഴും പറഞ്ഞു ഇതിനൊക്കെ എന്ത് പറ്റിയെന്ന് അറിയില്ല, വേറെ ഒരെണ്ണം അങ്ങോട്ട് കിടപ്പുണ്ട്. അവർ ഒരു ഓഫീസ് സ്റ്റാഫാണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവർ ആസാമിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോഴാണ് ഞാൻ ഒരു ഡോഗ് ലവറാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് 2-3 ദിവസം ആയതുള്ളൂ. ഞാൻ അവിടെ എൻ്റെ അടുത്തുള്ള ഡോഗീസിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിടെ ഒരെണ്ണം ഇതുപോലെ സുഖമില്ലാതെ കിടക്കണം. അവർ ഡോഗ് റെസ്ക്യൂവറിനെ ഒന്നും വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെയൊക്കെ സുഖമില്ലാതാവണതിനെയൊക്കെ എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിക്കാൻ ഒരു ഡോഗ് ലവറും ഇല്ല. ഉണ്ടാവാം, പൈസയ്ക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ഡോഗ് ലവേഴ്സ് ഉണ്ടാവാം, ഒന്നും ആരെയും കാണാനൊന്നുമില്ല. നമ്മൾ പല പ്രാവശ്യമൊക്കെ വിളിച്ച് നോക്കിയിട്ടൊന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. നമ്മളെക്കൊണ്ട് എന്താണെന്ന് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അത്ര തന്നെ. ഇപ്പോൾ അതവിടെ കിടപ്പുണ്ട്. ഒരാൾ പറഞ്ഞ് ഈ പട്ടികളൊക്കെ പറക്കിക്കൊണ്ട് പോകണം, ആളിനെ വിളിച്ചാൽ മതി. വേറെ ഒരു കിഴവൻ വന്നിട്ട് പറയണു ഇത് ഭയങ്കരപ്പെട്ട വേറെ എന്തോ അസുഖമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്തായാലും ഉദ്ദേശിക്കുന്ന അസുഖമല്ല, റാബീസ് അല്ല. അപ്പോഴും അതല്ല, വേറെ എന്തോ ഞാൻ അവിടെയും കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കിളവൻ അങ്ങ് പോയി. ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത് പൂച്ചയ്ക്ക് വേവിച്ച ചിക്കൻ്റെ സൂപ്പ് കിടപ്പുണ്ട്, അതും കൊണ്ടൊന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. എവിടെയൊക്കെ പോയി സർവീസ് അടിച്ചിട്ട് വരണം. അങ്ങനെ ഒന്ന് ആൾ ഇവിടെ കതവിൻ്റെ തുറന്ന് വെളിയിൽ പോയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്ത് വീണ്ടും പോവുകയാണേ. ഒരിക്കൽ കൂടെ ചിക്കൻ്റെ സൂപ്പ് കൊണ്ടുവന്ന് എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഇത് ലാസ്റ്റ്. ഇനി രാത്രിയൊന്നും വേണമെങ്കിൽ വെറുതെ പോയി നോക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയി നോക്കി ചിക്കൻ സൂപ്പ് കൊടുത്തിട്ട് വരാം. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഞാൻ അതിൻ്റെ ബാക്കിൽ കൊടുത്തേക്കാം. ഇപ്പോഴത്തെ അത് ഏതവസ്ഥയിലാണ് അവിടെ കിടക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്യണേ, ഒന്ന് മറ്റുള്ളവരിലേക്കൊന്ന് എത്തട്ടെ. എൻ്റെ വീഡിയോകളൊന്നും എങ്ങും എത്തണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡോഗീസിന് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ടും ഒരു വകയും ചെയ്യാത്ത വിധത്തിൽ എൻ്റെ ചാനൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ ഇതുപോലെ വയ്യാതെയൊക്കെ കിടക്കുമ്പോൾ മരുന്ന് വാങ്ങി കൊടുക്കാനോ എന്തിനൊക്കെ ആയാലും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് പണം വേണമല്ലോ. ഒന്നും ആകുന്നില്ല. ഞാൻ ചാനൽ വിട്ടിട്ട് പോകണമെന്നൊക്കെ ചിലപ്പം ചിന്തിക്കും. വിചാരിക്കും എന്തെങ്കിലും സംഭവങ്ങൾ കാണുമ്പോൾ വെറുതെ ഇടാം, അവിടെ കിടക്കട്ടെ എന്ന്. അങ്ങനെയാണ് ഒരവസ്ഥ. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ പൂച്ചേരെയും പട്ടിയൊക്കെ വീഡിയോ ആയിട്ട് പെണ്ണുമ്പിള്ള കാശ് സമ്പാദിക്കാനുള്ള വേലയാണ്, അതിനാണ് ഇതിനെയൊക്കെ കാണിക്കാൻ. എന്ത് ആയിക്കൊണ്ട് പോട്ട്, ഞാൻ കൊടുക്കുന്നത് അത് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ഭക്ഷണം കൊടുക്കുകയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ കമൻസ് എഴുതൂലേ, അപ്പോഴത്തേക്ക് ഹൈപ്പ് എന്നൊരു ഇത് വരും. അതിൽ സാധിക്കുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. വീഡിയോ കാണുമ്പോൾ ലൈക്കും കമൻറ്റും ഇടാതെ പോവല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗവും കൂടെ കണ്ട് പോവാം.
ഡിസ്റ്റംബർ വന്ന് മരിക്കാൻ കിടക്കുന്ന ഒരു ഡോഗിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേ കിടക്കുകയാണത്. ചാകണമില്ല, കട്ടിൽ വഴിയില്ല, അങ്ങനെ കിടന്ന് വലിക്കുകയാണ്. ഈ ഡോഗി ഇപ്പോൾ ഡിസ്റ്റംബർ വന്നിട്ട് സുഖപ്പെട്ടതാണ്. ഇവള് മാത്രം തന്നെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത് മരിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് മരിക്കാനുള്ള ഭാഗ്യം അതിനുണ്ടായി.